നമസ്കാരം, എല്ലാവർക്കും സതൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇഡ്ഡലി ഉപ്മ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇഡ്ഡലി പൊടി. ഇഡ്ഡലിക്ക് യൂസ് ചെയ്യുന്ന ചമ്മന്തി പൊടി അല്ലെങ്കിൽ ഇഡ്ഡലി പൊടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ കുറച്ച് എണ്ണയിൽ നമ്മൾ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഏകദേശം 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നല്ലെണ്ണയാണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരുപാട് നാൾ കേടാവാതെ നിൽക്കും. ഇപ്പം ഞാനിത് ഏകദേശം ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ ഇഡ്ഡലി പൊടിയിൽ, അതായത് ഇഡ്ഡലിയുടെ ചമ്മന്തി പൊടിയിൽ എണ്ണ യൂസ് ചെയ്യാറില്ല. ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് എല്ലാം പതിവ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി പച്ചക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വറുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളിത്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കാതെ ഉണ്ടാക്കാം. വെളുത്തുള്ളി നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഈ എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പില നമ്മൾ വെറുതെ നമ്മൾ പാനിനകത്ത് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. എണ്ണയിൽ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതും എണ്ണയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ആ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ വേണ്ട. ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ്. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ള ഉണക്കമുളകാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 10 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഉണക്കമുളകിന് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 മുതൽ 20 വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഉഴുന്ന് പരിപ്പാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കാതെയാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഏകദേശം ഞാൻ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, ഉഴുന്ന് പരിപ്പ്. അപ്പം ഞാനിത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോകരുത്, കരിയാതെ സൂക്ഷിക്കുക. എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും കരിയാതെ സൂക്ഷിക്കുക. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉഴുന്ന് പരിപ്പും വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ പാനിലേക്ക് നമ്മൾ ഇനി കടലപ്പരിപ്പാണ് ചേർക്കേണ്ടത്. അത് ഏകദേശം ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ പകുതി ഉഴുന്ന് പരിപ്പിൻ്റെ പകുതി ആയിട്ട് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സെയിം അളവിലും ചേർക്കാം. അത് ഓരോരാളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തും. ശരിക്കും ഇഡ്ഡലി പൊടി ഒരുപാട് തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അതിൽ ഒരു രീതിയാണ് ഇത്, അത്രയേ ഉള്ളൂ. അപ്പോൾ പല രീതിയിൽ ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഈ കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കായം ചേർത്ത് കൊടുക്കുവാണ്. കായപ്പൊടി ഏകദേശം 1/2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിമിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പാനിൽ ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് പാൻ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് ആ പാനിൻ്റെ ചൂടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതിയാവും. അപ്പോൾ അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് ജീരകമാണ്, ചെറിയ ജീരകമാണ് ഇത്. അപ്പോൾ അത് ഏകദേശം ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റെടുക്കുക. അപ്പോൾ അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുരുമുളകാണ്. ഏകദേശം 1/2 ടീസ്പൂൺ കുരുമുളക്. അതും ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക, എല്ലാം ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ വറുക്കരുത്. കാരണം ഓരോന്നിനും ഓരോ സമയമായിരിക്കും. നമ്മൾ ഉഴുന്ന് പരിപ്പ് വറുത്തെടുക്കേണ്ട സമയമായിരിക്കില്ല ജീരകത്തിനും കുരുമുളകിനൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതും നമ്മൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള എല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറാൻ വെക്കണം. അപ്പോൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം.
നോക്കിക്കേ, നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ടൊന്ന് പൊടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിക്കരുത്, കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്, ചെറിയ തരതരപ്പോട് കൂടി വേണം പൊടിക്കാൻ. ഞാനിപ്പോൾ കുറച്ച് വലിയ തരികളായിട്ടാണ് പൊടിച്ചിട്ടുള്ളത്, കാരണം ഇവിടെ അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കാതിരിക്കുക, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചിൻ്റെ കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ, അതായത് ബൾക്കായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഉപ്പും നമ്മൾ ചൂടാക്കിയ പോലെ ഉപ്പും ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നാൽ മാത്രമേ അത് കേടാവാതിരിക്കുകയുള്ളൂ കുറേ നാൾ. ഇങ്ങനെ പച്ചയ്ക്ക് ഇടരുത് കേട്ടോ, ചൂടാക്കിയിട്ട് വേണം ഇടാൻ. അപ്പോൾ ഞാനെല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ലി പൊടി, അതായത് ചമ്മന്തി പൊടി, ഇഡ്ലിക്ക് യൂസ് ചെയ്യുന്ന ചമ്മന്തി പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഇഡ്ലിക്ക് മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടാണ് സാധാരണ കഴിക്കാറ്, നല്ലെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് സ്റ്റോർ ചെയ്യുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എന്നാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്